നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാർ മക്കളെ റെഡി? സൂപ്പർ ഓർക്കസ്ട്ര ജഡ്ജസ് എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ഒരു ആങ്കർ ഇതുപോലത്തെ ഭംഗിയുള്ള ഡ്രസ്സുകൾ ആദ്യമായിട്ടായിരിക്കും. ഇത്ര മനോഹരമായി അവസാനത്തിലും. അപ്പോ എന്തായാലും തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. പറയൂ. ആ ഫ്രണ്ടിലിരിക്കുന്ന സാധനം തുടക്കം മുതൽ നമ്മുടെ ജേർണിയിൽ നമ്മുടെ കൂടെയുള്ള ഒരു സാധനമാണത്. ഇതാണോ ഉദ്ദേശിച്ചത്? ഗോൾഡൻ മൈക്ക്. അത് വിൽക്കാൻ പോവാണ്. അതായത് ആരും എടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് വിറ്റേക്കാം. ആകെ അമ്മയെ മാത്രമായിരുന്നു കഴിഞ്ഞ ഷെഡ്യൂളില് അതെടുത്ത ഒരാള്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഷെഡ്യൂളും കൂടെ നമുക്ക് ഈ ഒരു ഗോൾഡൻ മൈക്ക് ഉള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിൽ ഞങ്ങൾ OLX-ലിട്ട് വിൽക്കും. ഓ, അപ്പം പാറു പറഞ്ഞു വരുന്നത് അടുത്ത ഷെഡ്യൂളിലും സെമി ഫൈനലിലും നമുക്കിനി ഇല്ല. ഇനി കോമ്പറ്റീഷൻ ടൈറ്റ് ആവണം. അപ്പൊ ഇങ്ങനെ ഒരു പ്രിവിലേജ് നമുക്കിനി കൊടുക്കാൻ പറ്റില്ല. പാടി തന്നെ നേടണം. അപ്പൊ ഗോൾഡൻ മൈക്ക് ഈ ഒരു ഷെഡ്യൂളും കൂടെ ഉള്ളൂ. അപ്പൊ നന്നായി പെർഫോം ചെയ്യാ. പരമാവധി ആ ഗോൾഡൻ മൈക്ക് അതെ, സ്വർണത്തിന് തുരുമ്പടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ഉഷാറിന് ലേറ്റസ്റ്റ് ഹിറ്റ് ഒരു പാട്ട് കേൾക്കാം. പാടാൻ വരുന്നു നമ്മളുടെ ബദ്രി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. ചില്ലകളിൽ വരുമോ നിറയുമീ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ ഒരു തൂവല്ലിനി തരുമോ നിറങ്ങൾ വരുമോ സ്വരങ്ങൾ വരുമോ മഴയുടെ ശ്രുതി തരുമോ ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിലടരുകയോ ഇതുവരെ കരളിൽ പ്രിയമൊഴി മധുപകരും പല ദിനമോർത്തിടവേ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമിനുങ്ങുകൾ ഒരു കുറിയിനി വരുമോ നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതിലായി വരുമോ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമിനുങ്ങുകൾ ഒരു കുറിയിനി വരുമോ നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതിലായി വരുമോ കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ മാഞ്ഞുപോയി അകലെ അകലെ ഒരു മഴവില്ലായി മാറിയോ ഓ മാറിയോ കാതിലെ തേന്മഴ തോരവേ ഉള്ളിലെ മോഹങ്ങൾ തേങ്ങവേ പൊൻചിലമ്പണിയും നിമിഷങ്ങൾ ഇതിലെ പായവേ ഓ പായവേ ഇവിടെ ഇരുളിൽ മനസ്സു നിറയെ സ്മൃതികൾ നീറുന്നുവോ മറന്ന പാട്ടിൻ വരികളിനിയും എന്നെഞ്ചിൽ തഴുകിടുമോ ഒരു ദിനം കനവിൻ മലർവനം അരികിലതു മിഴികളിലടരുകയോ ഇതുവരെ കരളിൽ പ്രിയമൊഴി മധുപകരും പല ദിനമോർത്തിടവേ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമിനുങ്ങുകൾ ഒരു കുറിയിനി വരുമോ നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ
ഒരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ ഒരു തൂവൽ ഇനി തരുമോ നിറങ്ങൾ വരുമോ സ്വരങ്ങൾ വരുമോ മഴയുടെ ശ്രുതി തരുമോ ബദ്രി, ഒരു ബ്യൂട്ടിഫുൾ സോങ്, അടിപൊളി. സൗണ്ട് ഒക്കെ മാറ്റിയാണല്ലോ പാടിയത്. പ്രാക്ടീസ് ചെയ്തല്ലേ നന്നായിട്ട്? നല്ലോണം പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ നിനക്ക് പല ശബ്ദത്തിലും പാടാൻ പറ്റും? കുഴപ്പമില്ല. ഓരോ നേരം ഓരോ ശബ്ദം. രാത്രിയൊക്കെ ആകുമ്പോ വേറെ നാദം തന്നെയാ. സ്വഭാവം പോലെ അല്ലേ മക്കളെ? ശബ്ദം അതെ സ്വഭാവം ഒരു സ്വഭാവമായിരിക്കണടാ. നല്ല സ്വഭാവമല്ലേ? രാവിലെ നല്ല സ്വഭാവം, ഉച്ചയ്ക്ക് കുറച്ച് റോങ്, രാത്രി കംപ്ലീറ്റ് റോങ്. ഞാൻ അത്രക്കാരൻ അങ്ങനെയാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യോ നീ സൗണ്ട് ഒക്കെ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ? എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആണോ? ശരത് സാറിന്റെയോ ഹരിച്ചേന്റെ ഒക്കെ സൗണ്ട് പറ്റുമോ നിനക്ക്? ഹരിച്ചേട്ടന്റെ സൗണ്ടിൽ നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി. ഏത് പാട്ട്? ഞാന് നീ ഹിമമഴയായെന്ന് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ലല്ല, ഇവനെ ഓക്കെ ആവുകയാണെങ്കിൽ ഷാന ഇല്ലേ നമുക്ക് അവനെ വിളിച്ചാൽ മതി. കാര്യം ഉടുക്കത്തെ പേയ്മെന്റും കൊടുക്കണ്ട. തക്കാളി മേടിച്ചു കൊടുത്താൽ മക്കളെ പാട് കേക്കട്ടെ. കേക്കട്ടെടാ. തെറ്റുണ്ടാവും അറിയില്ല. ആദ്യമേ പറയുന്നു ക്ഷമിക്കണം ഹരിച്ചേട്ടാ. നല്ലതാണെങ്കിൽ ഞാൻ നല്ലത് പറയും, മറ്റേ അല്ലെങ്കിൽ ഞാൻ തെറ്റി. അകമേ വാനവില്ലിനെഴുവർണ്ണമായി നിറമേ പൂവിടുന്നു നിൻ മുഖം അകമേ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. ഒരു മിനിറ്റ്. ആടാ വിനീതേ, ഹരി പാടിയ പാട്ടില്ലേ, അത് ഹരി തന്നെ പാടിയാ മതി. താങ്ക് യു. എടാ, ഇറ്റ് വാസ് ഗുഡ്. നന്നായിരുന്നു. എവിടെയൊക്കെ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ, ചെറിയ തോതിൽ. അത് ആ ശബ്ദമൊന്നും അല്ല നിനക്ക്, പക്ഷെ ഇത് എവിടെയോ നീ നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി. അതായത് ഏതാണ്ടൊരു പരിപാടി ഉണ്ട് എന്റെ, എവിടേക്കൊക്കെയോ കൊള്ളാടാ. പക്ഷെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി മേല ഇപ്പൊ ഇവിടുന്ന് പാടിയത് ഓക്കെ. അതെ, ഇനി സാറിന് പഠിച്ചിട്ട് വരണേ. അത് ഇത്തിരി പാടുപെടും. ഓക്കെ, ചോദിക്കാം ഹരിച്ചേട്ടാ. എന്റെ അടുത്ത് തന്നെ ചോദിക്കണം അല്ലേ? ബദ്രി, നല്ല പെർഫോമൻസ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. അതെ, ബദ്രിയുടെ എനിക്ക് ഈ റീസെന്റ് പെർഫോമൻസസിൽ ഫോർ മീ ദിസ് ഇസ് റിയലി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. എന്താ പറയാ, നല്ല സ്റ്റാർട്ട്, നല്ല എന്താ പറയാ, നന്നായിട്ട് ടോൺ നീ അതിൽ മാച്ച് ചെയ്തു. ആ സോങ്ങിനനുസരിച്ച് കുറച്ച് സ്വിച്ച് ചെയ്യാൻ നോക്കി. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു സാർ. എപ്പോഴും ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമല്ലേ, നമ്മളെല്ലാം നമ്മുടെ ടോണിൽ തന്നെ പാടണമെന്നില്ല. നമുക്ക് ആ ഒരു സോങ്ങിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വി ക്യാൻ സ്വിച്ച്. ഓക്കെ സാർ. അപ്പോൾ ആ രീതിയിൽ ബദ്രി നല്ല ബ്രില്യൻ്റ് ആയിട്ടത് അപ്രോച്ച്. ഭയങ്കര കാഷ്വൽ സിംഗിങ് ആയിരുന്നു. ഒരിക്കലും ഒരു ബലം പിടിച്ച് പാടേണ്ട ഒരു പാട്ടല്ലത്. അപ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നടാ തുടക്കത്തില്ല. ഞാനൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് ആകെ അനുപല്ലവിയുടെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അതൊന്ന് പാടാവോ? പെണ്ണിലെങ്ങോ. അതോ വെണ്ണിലെങ്ങോ ആണ് കൊച്ചിന് പാവം. പൊന്നില കൂട്ടിലെ തുമ്പികൾ വെണ്ണിലെങ്ങോ മാഞ്ഞു പോ. ഇപ്പൊ ഈ സോങ്ങില് മേ ബി ആ സിംഗർ ആ ഒരു ഡിക്ഷനൊക്കെ ആ രീതിയിലായിരിക്കും പാടി. അപ്പം പൊന്നില കൂട്ടിലെ തുമ്പികൾ വെണ്ണിലെങ്ങോ മാഞ്ഞു. സോ അത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം.
ദ വേ ഹീ ഈസ് സിംഗിങ് റൈറ്റ്. വേണമെങ്കിൽ ആ ഒരു ടെക്സ്ചർ നമുക്ക് എടുത്തിട്ട് അതിനെ തന്നെ കുറച്ചൊന്ന് നമ്മുടെ മലയാളത്തുമായിട്ടൊന്ന് പാടി ട്രൈ ചെയ്യാം. പൊന്നില കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ വിണ്ണിലെങ്ങോ മാഞ്ഞു വിണ്ണിലെങ്ങോ സംഗതിയായിട്ട് ഫീൽ ചെയ്യാതെ വിണ്ണിലെങ്ങോ മാഞ്ഞു വിണ്ണിലെങ്ങോ മാഞ്ഞു പോയി. ഓക്കെ, അതൊക്കെ കുറച്ചുകൂടി ലൈറ്റർ ആക്കാൻ തോന്നി. ഓക്കെ സാർ. അപ്പൊ എനിക്ക് അതാണ് മോനെ ആകെ ഫീൽ ചെയ്തത്. ബാക്കി അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് എക്സ്പ്രസീവ് ആവാൻ തോന്നി. അതായത് ഇപ്പൊ എല്ലാം ഒരേ എക്സ്പ്രഷനിലാണ് ബദ്രി ഫ്രം ദ ടോപ്പ് പാടിയത്. ഓക്കെ സാർ. അതായത് ഇറ്റ്സ് ഗുഡ്. അത് വേറൊരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. ബട്ട് ചില സ്ഥലത്ത് വി ക്യാൻ അപ്ലൈ ഫീൽ അല്ലേ, Okay, sir. കുറച്ചും കൂടിയൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ടച്ച് ചെയ്താൽ ബെറ്റർ ആണെന്ന് തോന്നി. ഓക്കെ സാർ. എൽസ് ഇറ്റ് വാസ് റിയലി ഗുഡ് കേട്ടോ. താങ്ക് യു സാർ. ഹരിച്ചേട്ടാ കൊറേ പെർഫോമൻസ് ഒക്കെ മിസ് ചെയ്തു. ആണോ? ഒരുപാട് പെർഫോമൻസ് റൗണ്ടിൽ നീ എന്തായിരുന്നു ചെയ്തതെന്ന്? ഒന്ന് ഒരു മധുരക്കിനാവിന് അത് ഷംസാ റൗണ്ടായിരുന്നു. ആ പിന്നെ എങ്കേയും എപ്പോഴും മുല്ലപ്പൂം പല്ലിലോ. ഓ മുല്ലപ്പൂവും പല്ലില്ലോ. കൊറേ കിഡിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു ബദ്രിയുടെ. ഓക്കെ മോനെ, എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. Thank you, ഹരിച്ചേട്ടാ. ശരത് സർ. മക്കളെ കുഞ്ഞാടെ ഓ സാർ. നല്ല രസം ഉണ്ടായിരുന്നടാ നീ പാടി. Thank you, എനിക്ക് sir. കുറെ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് സാർ. മക്കളെ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ആ ഫീൽ നിനക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മളത് ആ ഗായകനെ എടുത്ത് വിഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പാടിയേക്കുന്നത് എന്താണ് വേണ്ട അത് മതി. മൊത്തം ഇമിറ്റേറ്റ് ചെയ്യാൻ പോകണ്ട മക്കളെ കേട്ടാ. ഓക്കെ സാർ. പക്ഷെ നീ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. എനിക്ക് കുറേ ഇഷ്ടമായി മക്കളെ പാടിയത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് പറയും. പറയാം സാർ. പറയുമോ? എല്ലാരും ആ വൈബായാലോ. അത് കവിത റൗണ്ടടാ, ഇവിടെ അത് വേണ്ട. പറയാം സാർ. ഓക്കെ സിനിമ ബിഗ് ബ്രദർ, വർഷം 2020. ഓക്കെ. ഇതിന്റെ മ്യൂസിക് ചെയ്തത് ദീപക് ദേവ് സാറാണ്. Okay. ലിറിക്സ് എഴുതിയത് റഫീഖ് അഹമ്മദ് സാറാണ്. പാടിയത് ആനന്ദ് ഭാസ്കർ സാർ. ആനന്ദ് ഭാസ്കർ സാർ. അപ്പൊ അത് ആനന്ദ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അത് ആ പാട്ടിന് വേണ്ട ഒരു വികാരം അല്ലെന്നുണ്ടെങ്കിൽ ദീപക് സമ്മതിക്കത്തില്ലല്ലോ. മക്കളെ നന്നായിട്ട് തന്നെ. ഞാൻ എഴുതിയേക്കുന്ന ആകെപ്പാടുള്ള അതാണ് വിണ്ണിലെങ്ങോ. അപ്പൊ ഹരി പാടുമ്പോ ഹരി വേറൊരെണ്ണം പാടിത്തന്നു. മോനെ അത് പാടിയിട്ടേ ഇല്ല. അതെന്താണ് അങ്ങനെ? അത് എന്നുള്ളത് എന്നൊരെണ്ണം പാടി ഹരി. മോൻ അത് പാടിയതേ ഇല്ല. ഞാനതാ നോക്കി വേറെണ്ണം പാടുമ്പോ അതുകൊണ്ട് പാടി കൊടുക്കണ്ടേ. ആ ബൃഹ അല്ലത്. അത്ര വലിക്കണ്ട. ഇവൻ ഇപ്പൊ പാറു. ഇവൻ വരുമ്പോ ആദ്യ സമയത്തൊക്കെ ഇവൻ ചിരിക്കത്തതേ ഇല്ലായിരുന്നു. കിക്കിളിപ്പെടുത്തിയാ പോലും ചിരിക്കത്തില്ല. കൈയെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ കിക്കിളിപ്പെടുത്തിയാലേ എന്റെ ശരീരത്തിൽ തൊട്ട് എന്നെ നശിപ്പിക്കരുത്, കൈയെടുക്കൂ അങ്ങനെ ഇരുന്നിട്ട് ഇവന് ഫുൾ ടൈം ചിരിയാണ്. പിന്നെ മോനെ എനിക്ക് ഈ ഒരു പാട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഒരു പാട്ടിൻ്റെ അറേഞ്ച്മെന്റ് ഒക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് ഒരു സംഭവം മാത്രം എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ. പാറുവിന് തോന്നിയോ? അതെന്താ ശരത് സാറിന്? ഇല്ല, ഇതിന് ആ തബല അത് കൊള്ളത്തില്ല. അതെന്തിനാ അത്? അതല്ലാതെ അതിന് മുമ്പ് നല്ലതായിരുന്നു. ആ തബല തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന അതിമനോഹരമായിരുന്നു. ആണോ ഷാനിക്ക? പോരായിരുന്നു. അതൊരു ആവശ്യമില്ലായിരുന്നു. അത് ആർക്കോ ഇട്ട് കൊള്ളിച്ച് സംസാരിക്കുന്നത് പോലെ ഇപ്പൊ പറന്നു വരുന്നതാണ്. എന്താണ് ചിരിക്കുന്നതിനാ പാറു? ഒറിജിനൽ കോമ്പോസിഷനിൽ അങ്ങനെ ഒരു തബലയുടെ ആവശ്യമില്ല. എന്തിനാണ് ആവശ്യം? അതിനു മുമ്പ് എന്ത് രസമായിരുന്നു ആ പാട്ടൊക്കെ. ഞാൻ രസിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ ഇന്ത്യനൈസ് ചെയ്യാൻ എന്തിനാ അത്? അങ്ങനെ ആയിരിക്കുമോ? അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം തബല വേണ്ടായിരുന്നു. വേറെ അവിടെ ഒരു ചെണ്ടയോ മിഴാവ് ചേങ്കിലെയോ മദ്ദളോ മദ്ദളോ എന്തൊക്കെയെങ്കിലും ആവാമായിരുന്നു. എന്തിന് തബല? തബല പറയൂ പാച്ചു ചേട്ടാ, എന്തിന് തബല? പാച്ചു ചേട്ടനാ? ദീപകിന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ഇതില് ഈ തബല വായിച്ച ആരോ ഇവിടെ കണ്ടു ഇരിപ്പുണ്ട്. ഏതാണ്ട് മൂലക്കം കണ്ടല്ലേ? പാച്ചുവാ? പറഞ്ഞിട്ടില്ല. പാച്ചു ചേട്ടനാണ് നമ്മുടെ ഈ സോങ്ങിലെ വണ്ടർഫുൾ പാച്ചു. വെറുതെ അല്ല അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തബല മാത്രം പാട്ടിൽ. ഐ ലവ് യു. പാച്ചു ചേട്ടാ ഓർമ്മകളിലേക്കൊക്കെ പോയോ? അല്ല, ഓർമ്മ പറയാനാണെങ്കിൽ
ദീപകേട്ടൻ വിളിച്ചിട്ട് വേറൊരു വർക്കിന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളി തന്നെ പറഞ്ഞു ഒരു വർക്കുണ്ട്, പക്ഷെ എനിക്ക് ബോംബെ നിന്ന് വായിപ്പിക്കണം, അതൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത് നോർത്ത് ഇന്ത്യൻ, ഓൾറെഡി ഈ പാട്ട് നോർത്ത് ഇന്ത്യയിലുള്ള ആരോ വായിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് വായിപ്പിച്ചു. പക്ഷേ ജിക്കായിരുന്നു സ്കെയില്, 2 തബല 2 ഡോലക്ക് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു. അതായത് ഒരു ട്രാക്ക് ഒരു ഡോലക്ക്, അത് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രാക്ക് വേറൊരു ഡോലക്ക്, അങ്ങനെ 2 പേരുണ്ടായിരുന്നു. ഞാൻ സന്ദീപും ഉണ്ടായിരുന്നു. അങ്ങനെ 4 ഡോലിയും 2 തബല വെച്ച് 2 ട്രാക്കുമാണ് വായിച്ചത്. ഇപ്പോൾ വായിച്ചു കഴിഞ്ഞ് ഇതൊരു സാധാരണ പാട്ട് പോലെയാണ് അപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷേ ആ ലോക്ക്ഡൗൺ സമയത്ത് കുറേ റീൽസിലൂടെ ഈ പാട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ദീപക്കേട്ടിൻ്റെ വർക്കിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൈക്ക് വെച്ചിട്ട് വായിച്ചതിന് ശേഷം ഉള്ള മിക്സ് അല്ല, ഒരു പകുതി മിക്സ് വായിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ ചെയ്യും. മൈക്കിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അത് കൺസോളിൽ നിന്ന് കേട്ട്, അത് പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട് ഇതെങ്ങനെ ഫൈനലായി തീരും എന്നുള്ള ഐഡിയ ഓൾറെഡി തുടങ്ങുമ്പോഴേ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ എന്തിനാ നോർത്ത് ഇന്ത്യക്കാരൻ്റെ പുറകെ പോയത്? അതെന്തോ പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ ടോണ് ഒരു നല്ല പുള്ളി ഉദ്ദേശിക്കുന്ന ടോൺ കിട്ടിയതിന് ശേഷം മാത്രമേ വായിപ്പിക്കത്തുള്ളൂ. എല്ലാവരും അങ്ങനെയാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ ടോൺ വെച്ചാൽ നമ്മൾ ഓക്കെ പറയുമോ? അങ്ങനൊന്നുമില്ല. നമുക്കും വേണ്ട ഒരു സംഭവം ഇല്ല, നമ്മൾ ആരും ഓക്കെ പറയത്തില്ല. അല്ല, എന്നാലും എനിക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ ദീപക്കേട്ടന്റെ അടുത്തുള്ള നല്ലതാ. ദീപക് ഒരു നല്ല എഞ്ചിനീയറും കൂടെ ആണല്ലോ. പക്ഷേ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ആ ഒരു ടോൺ അവർക്ക് വിചാരിക്കുന്ന സംഭവം കിട്ടാണ്ട് പെടുത്തല്ലോ. രാജാ സാറ് മൈക്കും ഒക്കെ വെക്കുന്നതും പിന്നെ അവരുടെ ടോൺ നേരിട്ട് നിന്ന് കേട്ട് ഇത് തന്നെ എനിക്ക് ഇവിടെ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ട്. അപ്പൊ അത് ദീപക്കിനും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, ഷാനിക്ക. എടാ ബദ്രി, ഓ സാർ, അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഈ പാട്ടിന് വേണ്ടിയിട്ട് ബദ്രി വോയിസ് മോഡുലേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ താങ്ക് യു സാർ. ഇന്ന് നമ്മൾ ആക്ച്വലി കേട്ടത് ബദ്രിയുടെ ശരിക്കുള്ള വോയിസ് അല്ല, ഇല്ലേ? അതുകൊണ്ട് വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിരുന്നു ബദ്രി. കാരണം ബദ്രി അവിടുന്ന് പാടുമ്പോൾ ഇത് ആക്ച്വലി ബദ്രി തന്നെയാണോ പാടണേന്ന്, കാരണം നമുക്കറിയാലോ സാധാരണ ബദ്രിയുടെ സോങ് സെലക്ഷൻ എങ്ങനെയാണ്, സിംഗിങ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ആക്ച്വലി പതിഞ്ഞ ഒരു ഫാക്റ്റാണ്. പക്ഷെ അതിനെയൊക്കെ അടിച്ചു പൊളിച്ചിട്ടാണ് ഇപ്പൊ പുതിയൊരു സംഭവമായിട്ട് വന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത് വേഴ്സറ്റാലിറ്റിയാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പം അച്ഛനോട് ദീപക്കേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത പാട്ട് അല്ലേ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ബദ്രി വരും, ചിലപ്പോൾ 2 പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ബദ്രി വരുമ്പോഴായിരിക്കും, ബദ്രി പാടി ഫസ്റ്റ് സോങ് കഴിയുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് മറ്റേ സെക്കൻഡ് സോങ് കൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറയുമ്പോഴായിരിക്കും ഈ ടോൺ ചിലപ്പോൾ മാറ്റി പാടേണ്ട ഒരു ആവശ്യമൊക്കെ വരിക. ഇപ്പോഴത്തെ കാലമാണല്ലോ. ഈവൻ ആ സിംഗിങ് സ്റ്റൈൽ, ഞാൻ പറയുന്നത് ടോൺ മാത്രമല്ല, ആ സിംഗിങ് സ്റ്റൈൽ പോലും ബദ്രി ഈ ഒരു സോങ്ങിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്തു എന്നുള്ളത് ഹൈലി അപ്രിഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഷാനിക്ക അങ്ങനെ പഠിച്ചിട്ടുണ്ടാ വന്നിട്ട് രണ്ടാമതും സോങ്? പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കാകെ പിന്നെ വിണ്ണിലെങ്ങോ, അതിപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞു. ഞാൻ വിണ്ണിലെങ്ങോ മാത്രമേ ഞാൻ വരയിട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു ബദ്രി പാടുന്നത്. പിന്നെ എനിക്ക് ആകെ അനുപല്ലവിയുടെ എൻഡിൽ ആ കോറസും എല്ലാവരും കൂടി വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടെമ്പോ മിസ്സായോ എന്നുള്ളൊരു ഇത് മാത്രം, ഒരു സിങ്ക് വ്യത്യാസം മാത്രം. ബാക്കി ഇറ്റ് വാസ് ഫൈൻ കേട്ടോ, നന്നായിട്ട് തന്നെ പോയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി മാർക്സ്. ഷാനിക്ക. ബദ്രി. ഓ സർ. 8.8. താങ്ക് യു സർ. ശരത് സർ. എനിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. 8.8. താങ്ക് യു സർ. ഓക്കെ, ഹരിചേട്ടാ. ഉഗ്രമാർക്ക. ഓക്കെ, ബെറ്റർ മാർക്ക. സോ ടോട്ടൽ 17.6. ഓക്കെ ബദ്രി, സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി
സലീൽദ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം തീർത്ഥക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ. निस दिन मेरे दिल ये सजन ऐसे बत्तियां बनाएगा. ഈ പാട്ട് മലയാളത്തിലെ ഏതെങ്കിലും പാട്ടായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടോ? 1972 പുറത്തിറങ്ങിയ ഹിന്ദിയിലും ബംഗാളിയിലും ലതാജി ആലപിച്ച് സലിൽദ ഈണം നൽകിയ ഈ പാട്ടിനെ തുടർന്നാണ് 1973 പുറത്തിറങ്ങിയ സ്വപ്നം എന്ന സിനിമയിലെ മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തേനുണ്ടോ, മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. താങ്ക് യു. തീർത്ഥ നന്നായി പാടിയെന്ന് തോന്നുന്നല്ലേ? അതാ മുഖത്തുണ്ടാ ഒരു സന്തോഷം. ശരിക്കും പാടിയാ നന്നായിട്ട്? ചോദിക്കാം നമുക്ക്. ആരോടാ ആദ്യം ചോദിക്കണ്ടേ? ശരത് സാർ. അതാ നല്ലത്. റൈറ്റ് ചോയ്സ് അറിയാം. മക്കളെ, എന്തിനാ എന്നെ നീ സെലക്ട് ചെയ്തത്? എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമായി. സാറിന് ഭയങ്കര ഇഷ്ടമായത്. പക്ഷെ എന്നെ ഇഷ്ടമാണെങ്കിൽ നീ SMS അയക്കുന്നതൊക്കെ അവര് കാണല്ലോ. ഒരു ആൽഫബറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല മക്കളുടെ കയ്യിൽ. അതിന് ശരത് സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതാണ്. ആ ഉടനെ ഇവൾ ഇട്ട് കൊടുത്തതിനകത്ത് അവളങ്ങ് കടിച്ചു തോന്നി. നീ ആര്, ടാർസന്റെ പെങ്ങളോ? അല്ല, നേരിട്ട് പറഞ്ഞോ ആ ഒരു സന്ദേശം? എന്താണോ പറയാനുള്ളത് ഇപ്പൊ നേരിട്ട് പറഞ്ഞോ? അല്ല, എന്താ ഹരിശങ്കർ സാറും ഷാൻ സാറും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അവരെ നല്ല മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ കൊച്ചു മെസ്സേജ് ചെയ്തു, ചേട്ടാ സുഖമല്ലേ, എല്ലാരും ഓക്കെ അല്ലേ, അമ്മൂമ്മക്കൊക്കെ പത്മശ്രീ കിട്ടിയല്ലോ, അമ്മൂമ്മയുടെ അന്വേഷണം പറയണം, ഇതൊക്കെയാണ്. പാവം. വെരി ഗുഡ് മോളെ. അതിലെ സ്നേഹം നീ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. മക്കള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല സുഖം ഉണ്ടായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. പിന്നെ എനിക്കുള്ള ചെറിയ കുഞ്ഞ് ഡൗട്ടുകൾ. ഈ കാവുകൾ പൂത്തു, മോടെ അതൊരു കൃത്യത വേണോടാ. അതോ ഏതാണെന്നുള്ളത് കൃത്യമാവണം. ഏതാണ്? അതാണ് അല്ല. പക്ഷെ അങ്ങനെ ഒരു എനിക്ക് എന്റെ മനസ്സ് എവിടെയോ വിതുമ്പി പറയുന്നു. അത് മോള് ചെക്ക് ചെയ്തോളാം കേട്ടോ. പിന്നെ താഴമ്പൂ ചൂടി, ആ നമ്മള് അല്ല ചൂടി അത്ര സംഗതി ഇല്ല മോളെ. ചൂടി ഒരു തള്ളും കൂടെ ഉണ്ട്, ഒരു ഉന്തിന്റെ കൂടെ. മോള് പാടൂടി എന്നാ പാടൂടി അത് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാമോ? അത് മക്കള് പാടി തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആ അത് പാടിക്കോ. ചൂടി അല്ല, നോക്കത് മനസ്സിലായിട്ടില്ല. ആ അത്രേ ഉള്ളൂ. ചൂടി ആ അത്രേ ഉള്ളൂ. ചിലതിന് അത് വരുമ്പോഴേ അതിന്റെ ഒരു സുഖം കിട്ടു തുടങ്ങും കേട്ടോ. മറ്റൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ കദളിപ്പും കൂമ്പില് അതൊക്കെ കുറച്ച് ശ്രുതി പെർഫെക്റ്റ് ആവാം തുടക്കത്തിൽ. അത് മോളെ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ കാട്ടുപൂക്കൾ, അതിനൊക്കെ നോട്ട്സിന് ക്ലാരിറ്റി വേണം കേട്ടോ. അത് എപ്പോഴും അത് ഒരുപോലെ ഇരിക്കണം മോളെ പാടുമ്പോൾ. അത് നല്ല കൃത്യമായിട്ട് തന്നെ അത് 2 ലൈൻ ചുമ്മാ ഒന്ന് പാടാമോ മോളെ? കദളിപ്പൊൻ
കൂമ്പിലെ തേനുണ്ടോ കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ ഉണ്ടോ എപ്പോഴും തേനുണ്ടോ. അത് മോള് പാടുമ്പൊക്കെ ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ. ബാക്കിയൊന്നുമില്ല മക്കളെ, ബാക്കിയൊക്കെ മനോഹരമായിരുന്നു. മോള് പാടി നിന്ന് പാടി നല്ല സുഖമായിരുന്നു മോളെ കാണാനും കേൾക്കാനും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് മോള് ഒന്നും കൂടെ ഫൈൻ ട്യൂൺ ചെയ്താൽ മതി, വേറൊന്നുമില്ല. ആരാ സെലക്ട് ചെയ്തെന്ന് മക്കൾക്ക്? എല്ലാരും പറയണ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതില്? ഇല്ല, അതേ ഇല്ലായിരുന്നു. ഓക്കെ, എല്ലാരും പറയുന്നത് ഞാൻ പാടുന്നു, ഞാൻ പോകുന്നു. മക്കളെ ഇഷ്ടത്തിന് ഒരു വാല്യൂ കൊടുക്കുന്നവരായിരിക്കും വീട്ടിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാം, നമുക്ക് എനിക്കിത് പാടിയാൽ നന്നായിട്ട് പാടാൻ പറ്റുമെന്നൊക്കെ പറയാം കേട്ടോ. ഇപ്പൊ മക്കളെ നല്ലൊരു പാട്ട് മോളെ, ഇത് ആരാ ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല, ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസ് നീ പറഞ്ഞില്ല, പറഞ്ഞോ. ലിറിക്സ് ONV സാറ്, ആഹാ, മ്യൂസിക് സലിൽ ചൗധരി സാർ, പറയേണ്ട കാര്യമില്ല. പിന്നെ പാടിയത് ജാനകിയമ്മ. പാടിയതെന്ന് പറഞ്ഞാൽ ആലോചിക്കരുത്, അവിടെ ഒന്ന് എത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പേട്ട തരും കേട്ടോ. നല്ല ഉഗ്രം പാട്ട് പോണേ, എന്ത് സുഖമാണ്. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് നന്നായിട്ട് പാടിയത്. താങ്ക് യു മുത്തേ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക തീർത്തും അടിപൊളിയായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ് സോങ് സെലക്ഷൻ. ശരത്തേട്ടൻ പറഞ്ഞ തന്നെ ഞാനും എഴുതിയുള്ളൂ. താഴമ്പൂ ചൂടി, പിന്നെ അതുപോലെ മറ്റേ അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് മോളെ. അതുപോലെ കാവിലമ്മ വളർത്തുക ഒന്ന് പാടിയേ. അത് കിളിയാണോ കുരുവിയാണോ? അല്ല, ഫസ്റ്റ് കിളിയെ പിന്നെ കുരുവി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ? ഫസ്റ്റ് അനുപല്ലവിയില് കുരുവി, ചരണത്തില് കിളിയെ. അനുപല്ലവിയില് കുരുവി. എന്നാ പിന്നെ അനുപല്ലവിയില് മോള് കിളിയെന്നാ പാടിയത്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചരണത്തിലേക്ക് പോണേ. അപ്പം അനുപല്ലവിയില് മോള് കുരുവിക്ക് പകരം കിളിയെന്നാണ് പാടിയത്. ഓക്കെ, നോ പ്രോബ്ലം. അതൊരു അത് കുരുവി ഒരു കിളിയാണല്ലോ, അതുകൊണ്ട് നമുക്കതിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞിന്റെ കിളി പോയത്. അപ്പൊ ആ കിളിയെ കണ്ടപ്പോ കുരുവിക്ക് പകരം ആ കിളി പറഞ്ഞായിരിക്കാം. അപ്പൊ കാവിലമ്മ വളർത്തും കിളിയെന്നാണ് മോള് പാടിയത്. അത് ദാറ്റ്സ് ഓക്കെ. പിന്നെ ബാക്കി വേറെ ഒന്നും പറയാല്ല, മോള് നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. വെരി ഗുഡ് പെർഫോമൻസ്. നല്ല നല്ല സോങ് സെലക്ഷൻ. ഈ പറഞ്ഞ പോലെ മോളുടെ ടോണും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഈ പാട്ടിനോട് ചേർന്ന് നിന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. തീർച്ച നന്നായിട്ട് പാടി. തീർച്ചയ്ക്ക് പറ്റിയ സോങ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സോങ് സെലക്ഷൻ, നല്ല ചോയ്സ്. പിന്നെ മോളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വെരി ഓപ്പണിങ് കാണാക്കുയിലയുടെ പിച്ചിങ് സ്റ്റാർട്ട്, അത് കുറച്ച് പിച്ച് ഔട്ടായിരുന്നു, വെരി ബിഗിനിങ്. പിന്നെ കദളി പൊന്മ അല്ലേ, എന്താ ഇതെന്താ പിന്നെ കദളി പൊന്മ എന്ന് എഴുതിയിരിക്കുന്നത്? അതെ, ശരിയാണല്ലോ, കദളി പൊന്മ കൂമ്പിലെ. അപ്പൊ എനിക്ക് തോന്നി എനിക്കത് എഴുതിയതിലെ തെറ്റുണ്ട്. ശരിക്കും കദളിപ്പൊൻ കൂമ്പിലെ എന്നല്ലേ? ഈ മാ എവിടുന്ന് കയറി വന്നു? അല്ല, ഇടയ്ക്ക് മാ പറഞ്ഞു നോക്കിയതാ കൊച്ചു, കദളി പൊൻ കൂട്ടില്ല അല്ലേ മോളെ? എഴുതി അങ്ങനെ എഴുതി വെച്ച കദളി പൊമ്മ കൂട്ടില്ലേ. അപ്പൊ അവിടെ മോളെ എനിക്കൊരു ഡൗട്ട് അടിച്ചു. പിന്നെ അവിടെ ഒരു ചെറിയ പിച്ചിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തേനുണ്ടോ ഒന്ന് പാടാവോ? ഒന്നുകൂടി പാടിക്കേ. നൈസ്, ഓക്കെ, നന്നായിട്ട് തന്നെ പാടി. നേരത്തെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ആ ഒരു സംഗതിയില്. പിന്നെ ഇടയ്ക്ക് കുരുവി കിളിയായി അല്ലേ? കുഴപ്പമില്ല, ഹാപ്പൻസ്. ബാക്കിയൊക്കെ രസമായിരുന്നു മോളെ. കഴിഞ്ഞ റൗണ്ടിനേക്കാളും ബെറ്റർ ആയിട്ട് പാടി കേട്ടാ. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പോ കുറച്ച് നല്ല കമന്റ്സ് ഒക്കെ ഉണ്ട്. ഇനി നല്ല മാർക്കാണെന്ന് നോക്കാം. ഷാനിക്ക. തീർച്ച സർ 8.9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ മോളെ 8.8. താങ്ക് യു സർ. താങ്ക് യു സർ. എത്ര മാർക്ക് വേണം? ഞാൻ ഇനി പറയില്ല, അത് ക്ലൂ തരില്ല. തരില്ല. ഓക്കെ, സോ ടോട്ടൽ 17.7. ഓക്കെ ഗൈസ്, അടുത്തതായി ഇംപ്രവൈസേഷൻ റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ആയിക്കോട്ടെ, കൈ
ആരാണ് ഇംപ്രൂവൈസ് ചെയ്യാൻ വരുന്നതെന്ന് അറിയണ്ടേ? വേണം. ശ്രീഹരി. Okay, so let's welcome ശ്രീഹരി. கொஞ்சம் 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 நின் இன்பம் என் நெஞ்சில் வீணா மூடும் மீளும் பாடும் ஈராவில் என் மோகம் சூடும் தென்னை கரல் சின்னும் பொன் திங்கள் இன்னும் நாதம் லயம் வீழதேடும் உணரு நீ வீணை சொரியு நீ ராகம் உணரு நீ வீணை சொரியு நீ ராகம் ശ്രീഹരി എന്തോ തകർത്തു. താങ്ക് യു. കൊറേ ഇംപ്രവൈസേഷൻ നടത്തിയിട്ടുണ്ടല്ലോ. ആ റാപ്പ് മാത്രം. റാപ്പ് മാത്രം, അതായത് സ്വയം നിന്നെ തന്നെ പൊക്കാൻ നീ ആ റാപ്പ് യൂസ് ചെയ്തോ? എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ. What I wish for a yellow rose and what I get is a honey rose. ഓക്കെ. Vision is heaven, my mission is present. ആ മെല്ലെ നിന്റെ മുത്തുകൊഞ്ചിൽ വിടർന്ന കവിതയിൽ നിന്ന് മുത്തമിട്ടാണ് അച്ചക്കള്ളനല്ല ഞാൻ പറഞ്ഞിടുന്നു. കേട്ടല്ലോ. ഓക്കെ. It's me, 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 ശ്രീഹരി. ശ്രീഹരി അതിൽ കൂടുതൽ എന്ത് വേണം മോനെ? പാട്ട് പാടും കൂട്ടുകൂടാ. ശ്രീ എഴുന്ന തേൻചിരി ശരിക്കും ഈ വരി തിരഞ്ഞ മേദിനി അതും നീയേകി നീ തികഞ്ഞ ദേവിനി അന്നു നിന്റെ ചുണ്ടിലെ തുടുത്ത തേൻ കണത്തിലെ മധുരമാമോരോർമ്മകൾ തരുന്നു ജീവനേകുവാൻ ബീരുവല്ല ഞാൻ വിരുദ്ധനായി വിളഞ്ഞിടും സൂപ്പറായി സ്റ്റാറുമായി നിന്റെ മുന്നിലെത്തിടും. ഇറ്റ്സ് മീ 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 ശ്രീഹരി. ശ്രീഹരി നന്മയുള്ള പാട്ടുകാരൻ ആന്നുള്ള അക്ഷരം ഒഴിച്ചാൽ ബാക്കി എല്ലാം നന്നായിരുന്നു. എടാ ആരെഴുതിയത്? മാഷ്. ഏത് മാഷ്? രൂപേഷ് മാഷ്. രൂപേഷ് ചേട്ടാ. അല്ല രൂപേഷാണ് എഴുതിയെന്നുള്ളത്. വാട്ട് ഐ വിഷ് ഫോർ ഇസ് എ യെല്ലോ റോസ് ആൻഡ് വാട്ട് ഐ ഗെറ്റ് ഇസ് എ ഹണി റോസ് എന്ന് വായിച്ചപ്പോ തന്നെ രൂപേഷാണെന്ന് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായത് രൂപേഷാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ എന്നുള്ളത്. ഞാൻ വിചാരിച്ചേ മോനിതെങ്ങനെ ഇത്രയും ഈ വാക്കുകളൊക്കെ ഇങ്ങനെ, പക്ഷെ രസമായിട്ടുണ്ട്. രൂപേഷ് ഏട്ടാ കൊള്ളാം കേട്ടോ. രൂപേഷ് നന്നായിട്ടുണ്ട്. ഇനി മേല ചെയ്യരുത്. മാഷ് കുറെ കഷ്ടപ്പെട്ടു. ഉറപ്പായും പിന്നെ ഇത്ര എഴുതി പിന്നേക്കാളും കഷ്ടപ്പെട്ട മാഷാണ് ഉറപ്പായിട്ടും. നല്ല കോസ്റ്റ്യൂം. ഈ പാന്റ് നീട്ടുണ്ടോ മുന്നേ? കവിതാ റൗണ്ടിൽ ഇട്ടായിരുന്നു. മുന്നേ ഇട്ടുണ്ട്. ഓക്കെ, ചോദിച്ചോക്കാം. ഹരിച്ചേട്ടാ. ഓക്കെ ശ്രീഹരി, ഓ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇതാരാണ് ഈ സോങ് സെലക്ട് ചെയ്തത്? ശ്രീഹരി? മാഷ്. എല്ലാം മാഷ്. മാഷും ഞാനും. മാഷ് കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിന്നെ കൊണ്ട്. മൊത്തത്തിൽ രസമായിരുന്നു നീ പാടിയത്. കുറേ ഏരിയാസ് നല്ല രസമായിട്ട് തന്നെ വന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൽ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇറങ്ങാം എന്ന് തോന്നി ഈ സോങ്ങിൻ്റെ ഒരു പരിപാടിയിലേക്ക്. ബട്ട് ചില ഏരിയാസിൽ നീ എക്സൽ ചെയ്തു. ഭയങ്കര രസമായിരുന്നു. സ്പെഷ്യലി എനിക്ക് ആ റാപ്പ് ഇഷ്ടമായി കേട്ടോ നീ ചെയ്തത്. ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തത്. എനിക്ക് ലാസ്റ്റത്തെ വരിയ ഇഷ്ടമായിരുന്നു. പാട്ടുകാടും നന്മയുള്ള പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ FM സ്റ്റേഷന്റെ ഒക്കെ ഒരു ടാഗ് ലൈൻ ഉണ്ടാവുമല്ലോ, സംഗതി ഹോട്ടാണ് എന്നൊക്കെ പറയുന്ന പോലെ പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. റേഡിയോ FM. ഓക്കെ, ഇത് എത്ര ദിവസം എടുത്തു മാഷേ എഴുതാൻ? ഒറ്റ ദിവസം? മാഷിന് ഇതൊക്കെ എഴുതാൻ എന്തോ. മാഷിങ്ങനെ ഇപ്പൊ ഞാൻ 5 മിനിറ്റ് ഫ്രീ വേഗം കഴിക്കുന്നത്. ഓക്കെ, എന്തായാലും രസമുണ്ട്. ഇംപ്രവൈസിങ്, അവിടെ ഒരു ഇംപ്രവൈസ് ചെയ്തു. പിന്നെ എന്തൊക്കെ ട്രാക്ക് മൊത്തത്തിൽ ഇംപ്രവൈസ് ചെയ്തോ നീ? ട്രാക്ക് അത് റിമിക്സിന്റെ ട്രാക്കാ. അതാര് ചെയ്തു? അത് മാഷ് ചെയ്തോ? വിനീത് സാർ പാടിയ. വിനീത് ശ്രീനിവാസൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ വിനീതേട്ടന്റെ ഏത് സോങ്? ഇതിന്റെ റിമിക്സ്. ഓ, ഇതിന്റെ റിമിക്സ് പാടിയിട്ടുണ്ടോ? ഏതിലത്? എന്തോ ഒരു ചേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ വിനീതേട്ടന്റെ സൗണ്ട് കേട്ടപ്പോ ഇങ്ങ് എടുത്തോണ്ട് വന്നു മക്കള്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ഏത് ഫിലിമാന്ന് അറിയാവോ? ഏടാ മോനെ, ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയോ? ഞാൻ വിനീത് ശ്രീനിവാസൻ മാത്രമേ. അതിന് നമുക്ക് കുറച്ച് മാർക്ക് കുറയ്ക്കാം ആക്ച്വലി. കാരണം ഒരു ഡീറ്റെയിലും അറിഞ്ഞൂടെ? ഇല്ല, ഞാൻ ഇതാരാ എഴുതിയത്? ഇത് ഏത് ലിറിക്? ഇത് ഈ ഷീറ്റ് പേപ്പറിൽ അല്ല, അത് എഴുതിയത് ഞാന്. പക്ഷെ അല്ല മോനെ, ഈ പാട്ട് എഴുതിയാരാ? പാട്ട് ഏത് സിനിമയിലെ പാട്ടാ? ഇതാളോട്ട സിനിമത്തെ പാട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. മ്യൂസിക് മ്യൂസിക് ലഘുകുമാർ സാർ. രഘു. പിന്നെ ലിറിക്സ് പന്തളം സുധാകരൻ സാർ.
അല്ല ഞാൻ നേരത്തെ ഈ ചോദ്യമല്ല നിന്റെ അടുത്ത് ചോദിച്ചത്. അല്ല ഞാൻ വിചാരിച്ച റിമിക്സ് ഇത്ര ഡീറ്റെയിൽസ് ആണെന്ന്. എടാ അത് തന്നെയല്ലേ ഈ പാട്ടും? രണ്ടും ഒരേ പാട്ടല്ലേ? പാട്ട് ഒരേതാണ്, പക്ഷെ പാടിയതും മ്യൂസിക് ഡയറക്ഷൻ മാറിയപ്പോ ആര് മാറി? മ്യൂസിക് ഡയറക്ഷൻ എടാ ഈ പാട്ടിന്റെ മ്യൂസിക് ആരാ ചെയ്തത്? ഈ പാട്ടിന്റെ മ്യൂസിക് രഘുകുമാർ. ഓക്കെ, റീമിക്സിന് ആരാ മ്യൂസിക് ചെയ്തത്? അത് വേറെ. എടാ ഈ പാട്ട് തന്നെയല്ലേ റീമിക്സ് ചെയ്തത്? രഘുകുമാർ സാർ. പിന്നെ റീമിക്സ് രഘുകുമാർ സാറല്ലേ? ലിറിക്സോ തന്നെ രഘുകുമാർ സാറല്ല. അത് തന്നെയല്ലേ ഹരി നേരത്തെ ചോദിച്ചത്? അത് തന്നെയല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് കത്തിയത്. ഒടുവിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ പാട്ടിന്റെ വരി ആരാ എഴുതിയത്? വരി എഴുതിയത് പന്തളം സുധാകരൻ സാർ. മ്യൂസിക് രഘുകുമാർ. രഘുകുമാർ സാർ. രഘുകുമാർ സാർ. നീ ഇപ്പോഴും ആദൃതയിൽ കിടക്കുക കേട്ടോ. ആരൊക്കെയാ പാടിയത് മോനെ? പാടിയത് കെ യേശുദാസ് സാറും ചിത്രാമ്മയും. ഓക്കെ, റീമിക്സ് പാടിയത് വിനീത് ശ്രീനിവാസനും ശ്രീനിവാസൻ സാറും പിന്നെ ശ്രീനിവാസൻ സാർ. സാറും. ഞാനേ എനിക്കൊരു ബ്രേക്ക് വേണം. അതെ, ഞാൻ തളർന്നു. അല്ലടാ നമ്മളൊക്കെ ബ്രേക്കിന് വെയിറ്റ് ചെയ്യുന്നവരാ. പിന്നെ ആരൊക്കെയാ? പിന്നെ ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചിയുടെ പേരാണ് എന്ത് പറ്റിയടാ ആ ചേച്ചിക്ക്? വിനീതേ. അല്ല എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തും മോനെ, നമുക്ക് അവസാനിപ്പിക്കാം. റാപ്പ് മറ്റേ റിമിക്സിന്റെ പാടിയത് വിനീതേട്ടനാണ് പാടിയത്. ഓക്കെ ഫൈൻ. മോനെ എപ്പോ ഒരു സോങ്ങിന്റെ റീമിക്സ് ഇറങ്ങിയാലോ അതിന്റെ കമ്പോസർ ആരാന്ന് ചോദിച്ചാൽ അത് ഫസ്റ്റ് ചെയ്ത ആളാണ് അതിന്റെ കമ്പോസർ. മനസ്സിലായില്ലേ? അത് മാറില്ല. അതിപ്പോ എത്ര വേർഷൻ ഇറങ്ങിയാലും റീമിക്സ് അല്ല. ഇനിയിപ്പം ഇതിന്റെ ജോണറെ മാറ്റി വേറെ ലോഫൈ ആക്കിയാലും നമ്മള് കമ്പോസർ എന്ന് പറയുന്ന ആരായിരിക്കും? ദ മെയിൻ ആൾ, ആദ്യം ചെയ്ത ആളാണ് ആ പാട്ടിന്റെ. അപ്പൊ ഇത് ആരാണ്? മ്യൂസിക് ചെയ്തത് രഘുകുമാർ സാർ. ലിറിക്സ് എഴുതിയത് പന്തളം സുധാകരൻ സാർ. ഓക്കേടാ. അപ്പൊ മോനെ ഇതിന്റെ ഒറിജിനൽ ആദ്യം നീ കേൾക്കണം ഒരു സോങ്. അത് കേട്ടായിരുന്നോ? കേട്ടു. പാട്ടിന്റെ ഒറിജിനൽ കേട്ട് പഠിച്ചു, മ്യൂസിക് ഇതാക്കിന്നുള്ളൂ. ഓക്കെ. നീ എന്നെയും കൂടി കൺഫ്യൂസ്ഡ് ആക്കി ഭയങ്കരമായിട്ട്. സോ മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് ആ സോങ്ങിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വരായിരുന്നു. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ച് മൂവ്സ് ആവായിരുന്നു. ഇതിന്റെ തീർന്നിട്ട് നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഓർക്കസ്ട്രക്കാരൊക്കെ നോക്കിയിട്ട്. അങ്ങനെ അല്ലാതെ നീ കുറച്ചൊരു ആക്ട് അവിടെ ചെയ്യായിരുന്നു വെരി എൻഡില്. എന്തെങ്കിലും ഒരു ഡാൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രോയിലോ ഇതിന്റെ ബ്രേക്കിലോ ഇന്റർലൂഡിലോ എവിടെയെങ്കിലും നിന്റെ കുറച്ച് ഒരു സ്റ്റെപ്സ് ഒക്കെ വന്നിരുന്നെങ്കിൽ ബെറ്റർ ആയനെ. അതൊക്കെ. പിന്നെ സംഗതി വൈസ് എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും നിന്റെ സംഗതി അല്ല ഇപ്പൊ ഇതില് റാപ്പ് മാത്രമേ കൊണ്ടുള്ളൂ. റാപ്പ് മാത്രം അത് ആ തുടക്കത്തില് ഒരു ഡിലേ പരിപാടി. ശരി കൊള്ളായിരുന്നു മോനെ. ഓൾ ദി ബെസ്റ്റ്. ശ്രീഹരി, എന്തോ എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടായടാ. എന്തിനു? വെറുതെ. ഓക്കെ, വേറെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഇവിടെ ആരുമില്ല. ഇല്ല നിങ്ങളൊന്നും പോരാ ഒരു സെറ്റപ്പിന്. ശരി, നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. കുറേ ഭാഗങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ ആകെ ഇവിടെ എഴുതി വെച്ചത് ഇൻവോൾവ്മെന്റ്, പാട്ടിലുള്ള ഇൻവോൾവ്മെന്റ് തുടക്കത്തിൽ പ്രത്യേകിച്ച് പല്ലവിയിലൊക്കെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്ത് പാടാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇപ്പോൾ ഹരി സംസാരിച്ചപ്പോൾ ഹരിയേക്കാളും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഞാൻ. കാരണം അതിൻ്റെ ഇടയിൽ ഇപ്പം കുറച്ച് നേരത്തെ പറഞ്ഞു പിന്നെ റാപ്പ് വിനീത് പാടിയിട്ടുണ്ട്. അപ്പം മറ്റേ റീമിക്സിൽ റാപ്പ് ഉണ്ടോ? റീമിക്സിൽ വേറെന്തോ ഇംഗ്ലീഷിന്റെ റാപ്പ്. വേറെന്തോ ഇംഗ്ലീഷിന്റെ റാപ്പ്, അത് വിനീതാണോ പാടിയത്? അല്ല, ആന്നാണോ അല്ലാന്നാണോ? ഞാൻ ചോദിക്കട്ടെടാ, അപ്പം നീ എന്ത് കേട്ടാണ് പഠിച്ചത്? മറ്റേത് നമ്മുടെ കെ യേശുദാസ് സാറും ചിത്രാമ്മയും പാടിയതാണ്. നമ്മുടെ കെ യേശുദാസ് സാറും ചിത്രാമ്മയും പാടിയതാണ് നീ പഠിച്ചത്? ഞാൻ പഠിച്ചത്. ഓക്കെ. അറേഞ്ച്മെന്റ് എടുത്തത് റീമിക്സിൻ്റെത്. അപ്പൊ റീമിക്സ് നീ കേട്ടായിരുന്നോ? മ്യൂസിക് കേട്ടു. അപ്പം പാടിയതൊന്നും നോക്കി. ശരി ഓക്കെ ഫൈൻ. രസമുണ്ടായിരുന്നു ആ റാപ്പൊക്കെ. നല്ല നല്ല ഇതിൽ തന്നെ നീ പാടി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ്, കുറച്ചുകൂടി ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിട്ട് വെറുതെ നിന്ന് പാടുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാമായിരുന്നു എന്നുള്ള ഒരു അത്യാഗ്രഹം എൻ്റെ മനസ്സിൽ പൊട്ടിമുളച്ചു ആ സമയത്ത്. നീ പാടിയത് അനുപല്ലവിയിൽ ഒരു സ്മൃതിയായി മാറിൽ നിറയുക നീ എന്നാണ് അല്ലേ? അതാ പാടിയത്.
ഇതിൽ എഴുതിയിരിക്കുന്ന മനസ്സിലാണ്. ഏതാണ് ശരിക്കും? മനസ്സിൽ. ഞാൻ രണ്ടാമത്തത് മനസ്സിൽ നിന്ന് പാടി. രണ്ടാമത്തെ മനസ്സിൽ നിന്നാണ് പാടിയത്, ആദ്യത്തത് മാറിൽ നിന്നല്ല പാടിയത്. എല്ലാവരും അങ്ങ് സ്വയം വരികൾ മാറ്റുന്നു. അതെ. പിന്നെ ഇപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കി, ഇതിലെല്ലാം നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. റീമിക്സ് വേർഷൻ ക്രെഡിറ്റ്സ് റീമിക്സ്ഡ് ബൈ സുമേഷ് പരമേശ്വർ. സുമേഷ് റീമിക്സ് ചെയ്തത്. സിംഗേഴ്സ് വിനീത് ശ്രീനിവാസൻ ആൻഡ് വൃന്ദ മേനോൻ. റാപ്പർ റാക്സ് റേഡിയന്റ്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതൊരു മൂവിയിൽ രണ്ടാമത് വന്ന ആൻ എന്ന് പറഞ്ഞിട്ട് AANN. ഓ, അപ്പൊ നീ ഒന്നും നോക്കാതെ ചുമ്മാ അടിച്ച് പാടുകയാണ്. ഞാൻ മറ്റേതാണ് പഠിച്ചേ ക്ലിയർ ആയിട്ട്. എന്നിട്ട് പിന്നെ എന്തോ റീമിക്സ് കേട്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ മ്യൂസിക്. മ്യൂസിക് അല്ല, സോങ്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു മധുരക്കിനാവൻ, അത് പണ്ട് റഹ്മാൻ സർ ഡാൻസ് ചെയ്ത പാട്ടാണ് അല്ലേ? ദാസേട്ടൻ പാടിയ പാട്ടാണ് ഒരു മധുരക്കിനാവൻ. അത് പിന്നീട് വേറൊരു സിനിമയിൽ റീമിക്സ് ആയിട്ട് വന്നു. അപ്പം ഈ റീമിക്സിന്റെ, ഈ രണ്ടാമതിറങ്ങിയ റീമിക്സിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? പറഞ്ഞോ. വേറെ ചേട്ടൻ. വേറെ ചേട്ടനാണോ? അല്ല, അതന്നെ. ഏതന്നെ? ഫസ്റ്റ് ചെയ്ത സാറിനെ ആണല്ലോ. അതേതാ സാറ്? അയ്യോ എനിക്കറിയില്ല. ശ്യാം സാർ. ശ്യാം സാറാടാ. അമ്മേ. അപ്പം പിന്നെ അങ്ങനെയാണ് ഈ റീമിക്സ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ആ ഫസ്റ്റ് സോങ് എടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ. പണ്ട് ജങ്കാർ ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദി പിന്നെ ബോളിവുഡ് സോങ്സ് ഇറങ്ങുമ്പോൾ പിന്നീട് സെയിം ആൽബം തന്നെ ജങ്കാർ ബീറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങും. നമ്മൾ ഇവിടുത്തെ ജങ്കാർ എന്ന് പറയുന്ന മറ്റേ ബോട്ടല്ല, ജങ്കാർ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു കിക്കും അതിൻ്റെ ഒരു ഡിഫോൾട്ട് ഒരു സ്നെയർ ഉണ്ട്. എല്ലാ ജങ്കാർ ബീറ്റ്സിലും ഒരു പ്രത്യേക സ്നെയർ ഉണ്ടാവും. ആ സ്നെയർ വെച്ചിട്ട് ഇറങ്ങുന്നതാണ് ജങ്കാർ ബീറ്റ്സ്. ശരത്തായിട്ട് ഓർമ്മ ഉണ്ടോ? പിന്നെ എത്ര പാട്ടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതെ, ജങ്കാർ ബീറ്റ്സ്. അതേപോലെ തന്നെ അതിന്റെ വേറൊരു സംഭവമാണ് ഈ റീമിക്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് അത്. അപ്പം എന്ന് വെച്ച് അതിന്റെ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടറും കാര്യങ്ങളൊന്നും മാറില്ല, ഒരിക്കലും മാറില്ല. അപ്പൊ ഈ റീമിക്സിന്റെ, അപ്പൊ റീമിക്സ് ആരാണ് ചെയ്തത്? ഇപ്പൊ റീമിക്സിന്റെ അറേഞ്ച്മെന്റ് ആണല്ലോ ചെയ്തത്. നിങ്ങൾ എന്തായാലും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ആരാണ് ചെയ്തത്, പിന്നെ റീമിക്സിന്റെ സിംഗേഴ്സ് ആരാണ് എന്നൊക്കെ അറിയണം. കാരണം ആ ചോദ്യം വരും. ഇപ്പൊ റീമിക്സ് ആണല്ലോ നമ്മളിപ്പോ കേട്ടത്, അപ്പൊ ആ റീമിക്സിന്റെ ചോദ്യം കൂടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അവസാനം പല്ലവി റിപ്പീറ്റില് ഉണരൂ നീ, അത് ഹൈ, അത് കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തു. ഉണരൂ നീ വീണെ, അതും അതിന്റെ റിപ്പീറ്റും, ആ 2 വരിയാണ് ശരിക്കും സ്ട്രെയിൻ ഫീൽ ചെയ്തത്. ബാക്കി ഒക്കെ കുഴപ്പമില്ലാതെ തന്നെ നീ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ. ശ്രീഹരി, എന്തോ നീ ഈ പാട്ടെടുത്തോണ്ടോന്ന് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇവൻ എന്ത് ഇംപ്രവൈസ് ചെയ്യാനാണ്. അപ്പൊ റീമിക്സ് ഞാൻ ചെക്കൻ എന്തായിരിക്കും പരിപാടി, അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല മോനെ. പിന്നാണ് നീ നിന്റെ റാപ്പ് എടുത്തോണ്ട് വന്നത്. അതൊരു വല്ലാത്ത റാപ്പായിപ്പോയി. രസമായിരുന്നു കേട്ടോ മോനെ. നീ പാടി തുടങ്ങിയപ്പോഴൊക്കെ നല്ലതാണ്. ഇതിന്റെ റിപ്പീറ്റ് നിനക്ക് ശ്രുതി കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷെ തുടങ്ങി മോനെ ഈ നിന്റെ മുഖത്ത് ഇതിന്റെ ഒരു സന്തോഷം കാണുന്നില്ലടാ. നീ ഇതിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടാ നമ്മുടെ നാട്ടുകാർ വിചാരിക്കും നീ ഏതോ ശോകഗാനം പാടുകയാണ്, കുഞ്ഞു കരയാണല്ലോ എന്ന് തോന്നും. പക്ഷെ നീ പാടുന്ന ഇതാണ്. കാര്യം മോനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് ആ പാട്ടിന്റെ ഒരു ഫീൽ, ആ ഒരു ഗ്രൂവ് നമ്മുടെ ശരീരത്തുണ്ടാവും എന്ന് പറഞ്ഞ് കിടന്ന് ചാടാനല്ല പറയുന്നത്. അതിന്റെ മുഖത്ത് ആ ഒരു പ്ലസന്റ് ആയിരിക്കണം പാടുമ്പോൾ. അതല്ലേ വേണ്ടത് അല്ലേ? കുഴപ്പമില്ല മോനെ. പക്ഷെ നിന്റെ ആ അറ്റംപ്റ്റ് ഞാൻ സമ്മതിച്ചു. അവിടെ അങ്ങനെ ഒരു റാപ്പ് വെച്ച് അത് വളരെ രസമായിരുന്നു. പിന്നെ അത് നിർത്തിയത് എനിക്ക് അത്ര ഇഷ്ടമായില്ലടാ. ആ റാപ്പ് നിൽക്കുന്നതിന് അതിൻ്റെ ഒരു ഗുമ്മുണ്ടായില്ല. നന്മയുള്ള പാട്ടുകാരൻ നിന്റെ നല്ല കൂട്ടുകാരൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ നാദൃതൃതമാണ് വന്നത്. അത് മോന് മൊത്തം താളത്തിലും ഇല്ലായിരുന്നു. അവിടെ കിടന്ന് നീ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതൊന്ന് പാടാമോ, ഒന്ന് പറയാമോ? നന്മയുള്ള പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. അല്ല, നന്മയുള്ള പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. ഊത്തുകാരനോ? കൂട്ടുകൂടും ഊത്തുകാരൻ. നന്മയുള്ള പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. കൂട്ടുകൂടും കൂട്ടുകാരൻ. കൂട്ടുകൂടും കൂട്ടുകാരൻ. അത് ഒന്ന് ഒരു ഗുമ്മില് പറ. നന്മയുള്ള പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ ഊത്തുകാരൻ എന്നാ പറയുന്നത്. പിന്നെ കൂട്ടുകൂടും കൂട്ടുകാരൻ. നന്മയുള്ള പാട്ടുകാരൻ കൂട്ടുകൂടും കൂട്ടുകാരൻ. അനി അടുത്തത് ഞാൻ ആദ്യമായിട്ട് അമ്മ ഈ രൂരുവിന്റെ കൂടെ തകതിമി കേൾക്കുന്നത്. തകതിമി എന്നുള്ളത് ആദ്യമായിട്ട് ലൈഫിൽ.
ഈ തകതിമിക്ക് പകരം നീ വേറെ എന്തെങ്കിലും ഒരു സിലബിൾ പറഞ്ഞാൽ നന്നാവും മോനെ. കാര്യം തകതിമി എന്തെങ്കിലും അതിനോട് ചേരുന്നത്. അത് ഉറക്കം വരുവാടാ രാരീരം എന്ന് പറഞ്ഞാൽ. മക്കളെ ഈ തകതിമി ഇല്ലാതെ എന്തെങ്കിലും പാടാനാടാ പറയുന്നത്. മസിൽ വന്നു തുടങ്ങി. അവസാനം സിങ്കപ്പേറ്റ് ചെയ്തു. ഓ വണ്ടർഫുൾ. മതി മോനെ. ആ ഇതിപ്പോ പറയും കാര്യം എന്തെങ്കിലും ആ തകതിമേ അതേ ഒരു സുഖമായിട്ട് തോന്നിയല്ല അവിടെ. അവിടെ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് കഴിഞ്ഞ ഒരാളുടെ. ഷാനിക്ക ഒന്ന് കമ്പോസ് ചെയ്ത് കൊടുക്കോ, എന്തെങ്കിലും സാധനം ഇട്ട് കൊടുക്ക. എനിക്ക് വയ്യ മോളെ. പാടിക്കൊടുക്ക് ഷാനിക്ക, ഒന്ന് പാടിക്കൊടുക്ക്. തകതിമി അവിടെ വർക്കൗട്ട്. എവരിബഡി എന്ന് പറഞ്ഞാൽ മതി. എവരിബഡി വിട്ടേക്ക്. അത് കാര്യം ഈ തകതിമ വരുമ്പോ അതൊരു തകച്ചണു എന്നൊക്കെ പറയുമ്പോ അത് അതിനോട് ചേരുന്നില്ല. അത് എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട് വരുന്നത്. അത് മോന് മനസ്സിലായി ഞാൻ പറഞ്ഞു. പക്ഷെ നിന്റെ അറ്റംപ്റ്റിനാ ഞാൻ സമ്മതിച്ചു മക്കളെ കേട്ടോ. പിന്നെ ആ മുകളിലുള്ള നമുക്കൊന്ന് ഇപ്പം വൃത്തിയായിട്ട് പാടിയാലോ. മോന് അത്യാവശ്യത്തിന് സ്ട്രെയിനാ അവിടെ. കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെയാലും ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ ഇംപ്രവൈസ് ഇങ്ങനെ ഇതിനകത്ത് ചെയ്യാമല്ലോ. ആ ഒരു വാക്കിന്റെ അർത്ഥം മോൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തതിൽ കുറേ സന്തോഷം. കാരണം നമ്മുടെ മോനെ അത് ഇറ്റ്സ് മീ ശ്രീഹരി എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ നീ അത് കുറച്ച് ഒരു ഉഷാറ് വരിക. ഈ ഒരു ഈ ഗ്രൂവിനും ഈ ഒരു അങ്ങനെ വന്നാലും മതി. പേര് കുറെ ആയാലും കാരണം അത്രയും മൈലേജ് അല്ലേ ശ്രീഹരി. താരക മന്ത്രം പോലെ കേട്ടോണ്ടിരിക്കും ആളുകൾ. പറയാറില്ലേ ശ്രീഹരി ആർക്ക് ചോദിക്കാം. ഓക്കെ ഷാനിക്ക. ശ്രീഹരി 8.2. താങ്ക് യു സാർ. ഷാനിക്ക സർ മക്കളെ 8.4. താങ്ക് യു സാർ. ഹരിച്ചേട്ടാ ശ്രീഹരി. ഓക്കെ സോ ടോട്ടൽ 16.6. ആ ഒരു ശ്രീഹരി വേണമെങ്കിൽ ഒന്ന് പാടി നോക്കിക്കോ. 1 2 3 4. ശ്രീഹരി ഞങ്ങളെന്ത് കോറസ് ഇവിടെ. നമുക്ക് ഒരു പേയ്മെന്റും ഇല്ല നിനക്ക് പാടി തന്നെ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ രാരി ശ്രീഹരിയുടെ പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എല്ലാരും ഒന്ന് ക്ഷീണിച്ചു. പറയേണ്ട ആവശ്യമില്ല. എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോളും. നല്ല ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്.